ആകാശവാണിയിലെ സുഭാഷിതവും ദൂരദർശനിലെ കൃഷിദർശനും മഹാഭാരതവും രാമായണവും വളരെ മനോഹരമായ വിജ്ഞാനപ്രദമായ സീരിയലുകളും അതുപോലെ തന്നെ വിക്ടർ ചാനലിൽ വരുന്ന മനോഹരമായ കാര്യങ്ങളൊക്കെ കണ്ടു പഠിച്ച് കേട്ട് വളർന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ തൊപ്പി ആരാ ഇയാള്? ഇങ്ങോട്ട് വന്നിട്ട് അശ്ലീലമാണ് പറയുന്നത്, മുഴുവൻ അശ്ലീലം പറയുന്നു, അശ്ലീലം കാണിക്കുന്നു, അശ്ലീല ആംഗ്യം കാണിക്കുന്നു, തെറി പറയുന്നു, പച്ചയ്ക്ക് തെറി പറയുന്നു. എത്ര ആ വ്ളോഗറുടെ എത്ര വീഡിയോസാണ് ഗവൺമെന്റ് യൂട്യൂബുകാരും ബ്ലോഗുകാരും ഒക്കെ നിരോധിച്ചത്. ഇന്നലെ അയാളെ കുറിച്ച് ഒരു വാർത്ത വന്നിരിക്കുന്നു. എന്താണ് അത്? തോക്ക് ചൂണ്ടിയിരിക്കുന്നു, അശ്ലീലം പറയുന്നു, അസഭ്യം പറയുന്നു. ആരാണ് ഇദ്ദേഹം? ഈ ബ്ലോഗർമാർ എത്രയും മാന്യമായി മനോഹരമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ബ്ലോഗർമാരുടെ ലോകമാണ്. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? എന്താ സന്ദേശമാണ് കുട്ടികൾ കൊടുക്കുന്നത്? കുട്ടികൾക്ക് പുളിപ്പും എരിവും രസമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെല്ലാം മുതിർന്നവരൊക്കെ കാണും. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. വളരെ സന്തോഷത്തോടുകൂടി അവർ കയറും, ആനന്ദിക്കും, അർമാദിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അശ്ലീലമായ കാര്യങ്ങൾ, അസഭ്യവർഷം, അനഭിമിതമായ കാര്യങ്ങൾ, മറ്റുള്ളവരെ കുറ്റം പറയുകൾ, അസൂയ, കുശുമ്പ് തുടങ്ങിയ സകലമാന തോന്നിയവാസങ്ങളും പറയുക, അതിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവുക. ഇടയ്ക്ക് അദ്ദേഹം ഏതോ ഒരു സ്ഥാപനത്തിന് ഉദ്ഘാടനത്തിന് പോയി അവിടെ വലിയ ട്രാഫിക് ജാമൊക്കെ ഉണ്ടാക്കി വലിയ കേസൊക്കെ വാങ്ങിച്ചു പിടിച്ചു. തൊപ്പി ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം തൊപ്പി എന്താണ് ഇദ്ദേഹം കാണിക്കുന്നത്. വളരെ കൃത്യമായി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നിരോധിക്കണ്ടേ? കൃത്യമായത് പിടിക്കേണ്ടതാണ്. ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി റോഡിലേക്ക് ഇറങ്ങി നാട്ടുകാരുടെ തോളിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിവിടെ വലിയ കാര്യമായിട്ട് സുഭാഷിതം പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സമൂഹം അറിഞ്ഞിരിക്കേണ്ട മാന്യമായി സമൂഹത്തിന് മാറ്റമുണ്ടാക്കുന്ന, മൂല്യം കൊടുക്കുന്ന നല്ല സന്ദേശങ്ങൾ, ജീവിതത്തിന് ഉയർച്ച കൊടുക്കുന്ന കാര്യങ്ങൾ 10,000-കണക്കിനാണ് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ വരുന്നത്. അതിനുള്ള ഫോളോവേഴ്സ് വളരെ കുറവാണ്, വ്യൂവേഴ്സും വളരെ കുറവാണ്. പക്ഷേ അതേസമയം തന്നെ ഇതുപോലുള്ള അധമമായ വീഡിയോസ് വരുമ്പോൾ, അധമമായ വ്ളോഗുകൾ വരുമ്പോൾ അതിൻ്റെ പുറകിലാണ് യുവതലമുറയിൽപ്പെട്ട നല്ലൊരു ഭാഗം. പോകുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന മൂല്യം? താൽക്കാലികമായി കിട്ടുന്ന ഒരു രസമാണോ, ഒരു പുളിപ്പാണോ? എന്താണ് ഇതിനകത്ത് കിട്ടുന്നത്? അത് ഗൗരവമായി ആലോചിക്കുക. അതുപോലെ തന്നെ ഇത് ഇടുന്നയാൾ, പ്രൊഡ്യൂസ് ചെയ്യുന്ന വിളമ്പുന്ന ആളും പ്രധാനമാണല്ലോ. കഴിക്കുന്ന ആളുകളെ പോലെ വിളമ്പുന്ന ആളും പ്രധാനമാണ്. എന്താണ് വിളമ്പുന്നത്? അതല്ലേ കഴിക്കാനും പറ്റുകയുള്ളൂ. വളരെ ഗൗരവമായി ആലോചിക്കണം ഇയാളെ പോലെയുള്ള ആളുകളുടെ ഈ പ്രവർത്തികൾ. അയാൾ സ്വയം തിരുത്തണം. ഇപ്പൊ ഒരുപാട് ഫോളോവേഴ്സ് ആയല്ലോ, ശരി, ആളുകളെ അടുപ്പിക്കുന്നതിന് വേണ്ടി ചെണ്ട അടിക്കാറുണ്ട്. ചിലപ്പോൾ നാട്ടിൽ നാടകം നടത്തുന്നവർ ജനങ്ങളെ അടുത്തോട്ട് കൂട്ടാൻ വേണ്ടി ചെണ്ട അടിക്കാറുണ്ട്. സർക്കസിൽ ആളെ കൂട്ടാൻ വേണ്ടി കോമാളികളെ ഇറക്കാറുണ്ട്. സമ്മതിച്ചു, ആളെ കൂട്ടിയല്ലോ. ഇപ്പൊ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഒക്കെ ആയല്ലോ. അതിനനുസരിച്ച് സാമ്പത്തികവും എല്ലാ നേട്ടവും ഉണ്ടല്ലോ. അതവിടെ നിൽക്കട്ടെ. ഇനിയെങ്കിലും മാന്യമായി ജീവിക്കണ്ടേ? എത്ര കേസ്, എത്ര പ്രശ്നങ്ങൾ, എന്താ കാണിക്കുന്നത്? ആളുകൾക്ക് നഗ്നത പലപ്പോഴും ഇഷ്ടമാണ്, അശ്ലീലം ഇഷ്ടമാണ്, അതെല്ലാം മനുഷ്യർക്ക് ഇഷ്ടമാണ്. ആ ഇഷ്ടത്തെ ചൂഷണം ചെയ്യാൻ പാടുണ്ടോ? നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം, എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട്. അതിന് അതിൻ്റെതായ തലങ്ങളുണ്ട്. ബെഡ്റൂമിൽ പറയേണ്ട കാര്യങ്ങൾ ബെഡ്റൂമിൽ പറയും, ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ബെഡ്റൂമിൽ ചെയ്യും, ബാത്റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ബാത്റൂമിൽ ചെയ്യും, സിറ്റ് ഔട്ടിൽ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ചെയ്യും. അങ്ങനെയല്ലേ? റോഡിൽ ഇറങ്ങി ചെയ്യേണ്ട കാര്യങ്ങൾ റോഡിൽ ഇറങ്ങി ചെയ്യും. നമ്മുടെ വസ്ത്രധാരണം എന്തെന്ന് നോക്കൂ. നമ്മൾ വീട്ടിലാകുമ്പോൾ ലുങ്കിയും ചിലപ്പോൾ ഷർട്ടും ടീഷർട്ടും ഒക്കെ ഇടും, ചിലപ്പോൾ ഷർട്ട് ഇടാതെ ആണുങ്ങളൊക്കെ നിൽക്കും. പുറത്തിറങ്ങുമ്പോൾ അങ്ങനെയാണോ? നമ്മളൊരു സമൂഹമായി മാറുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഒരുപാട് സദാചാര കാര്യങ്ങളും മൂല്യങ്ങളും ഒക്കെ പോകുന്നതല്ലേ? ഇയാൾക്ക് സഹോദരങ്ങളില്ലേ, അച്ഛനില്ലേ, അമ്മയില്ലേ, ബാപ്പയില്ലേ, ഉമ്മയില്ലേ? എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ശുദ്ധമായ തോന്നിയവാസന. അത് കാണാനും കുറെ ആളുകൾ. എന്തിനിതാ പറയണം? ഞാനിപ്പോൾ സുഭാഷിതം പോലുള്ള ഒരു ചാനലിൽ ഇത് പറയേണ്ടി വരുന്നത് സമൂഹത്തിലെ പുഴുക്കുത്തുകളെ കുറിച്ച് പറയാതെ പോകുന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ കാണണ്ടേ? ഇതാരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? മാതാപിതാക്കൾ. എത്ര മാതാപിതാക്കളാണ് കരയുന്നത്, കണ്ണുനീരോടെ കാണുന്നത്? അവർ നല്ല മനോഹരമായ ഒരുപാട് വീഡിയോയും മറ്റു കാര്യങ്ങളും കുട്ടികൾ കാണട്ടെ. കൊറോണയും കോവിഡും ഒക്കെ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയുടെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ കാലമാണ്, പഠനത്തിന്റെ കാലമാണ്. നെറ്റിൽ ആളുകൾ, കുട്ടികൾ കയറി നോക്കും. വളരെ കൊച്ചുകുട്ടികൾക്ക് വരെ നെറ്റിൽ കയറി കാര്യങ്ങൾ എടുക്കാൻ അറിയാം, ഗൂഗിൾ സെർച്ച് ചെയ്യാൻ അറിയാം, ബ്ലോഗിൽ നോക്കാൻ അറിയാം. അത് നല്ല കാര്യമാണ്. സാങ്കേതിക വിദ്യ പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് ഇതുപോലെ വികലമാണെങ്കിൽ കാണാതിരുന്നുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അതെന്ത് ന്യായമാണ്? കാണാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് മനുഷ്യന്റെ അധമ വികാരങ്ങളെ, ഇക്കിളിപ്പെടുത്തുന്ന വികാരങ്ങളെയൊക്കെ ചടിലമാക്കി നിർത്തുവാൻ കഴിയുന്ന വീഡിയോസും ബ്ലോഗും ഒക്കെ ഇട്ടിട്ട് അത് കാണാതിരുന്നുകൂടെ എന്ന് ചോദിക്കുന്നതൊരു വല്ലാത്ത ചോദ്യമാണ്. കാരണം ആ പ്രായവും കൂടി മനസ്സിലാക്കണ്ടേ? കുട്ടികളുടെ പ്രായമാണ്. അവർക്ക് ഇതൊന്നും മനസ്സിലാകണമെന്നില്ല, ഇതിന്റെ ശരി തെറ്റുകൾ മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അവരോടൊപ്പം സംസാരിക്കുമ്പോൾ കുറെ കൂടി തന്മയത്വത്തോടുകൂടി, കുറെ കൂടി മൂല്യവത്തായ സന്ദേശങ്ങൾ എപ്പോഴും ആയാൽ കൊള്ളാവോ? വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ള, ചിലപ്പോൾ ഒരു എണ്ണം കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി, ലൈക്ക് കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ ചില വീഡിയോസ് ഒക്കെ ചെയ്തെന്നിരിക്കും. ഏത് വ്ളോഗറും ഏത് യൂട്യൂബ് ചാനലുകാരും ചിലതൊക്കെ ചെയ്തെന്നിരിക്കും.
അവരുടെ റേറ്റ് എല്ലാം കൂട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ അങ്ങനെയാണല്ലോ, ചില വാർത്തകളൊക്കെ കൊടുക്കുന്നത് ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് വെറുതെ ഉള്ള ന്യൂസ് ആയിരിക്കും, പക്ഷെ അതൊക്കെ കൊടുക്കാം. പക്ഷെ അതിനപ്പുറം ഇത് തന്നെ സ്ഥിരമായി ചർവണം പോലെ നിത്യവും ഇത് തന്നെ കാണിക്കുകയും ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയും അതിന് കുറെ കുട്ടികളെയും ഒക്കെ മുതിർന്നവരെയും ഒക്കെ ഇതിനകത്തേക്ക് ട്രാപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത് അവർ ഇതിനകത്ത് വന്ന് നശിച്ചു പോകുന്നത് വല്ലാത്തൊരു ദുഃഖമാണ്. അപ്പൊ ഇതിനെതിരെ പൊതുസമൂഹം ഉണരേണ്ടതുണ്ട്, സോഷ്യൽ മീഡിയ ഉണരേണ്ടതുണ്ട്, യൂട്യൂബ് ചാനലുകാർ ഉണരേണ്ടതുണ്ട്, അതുപോലെ തന്നെ ബ്ലോഗുകാരോട് ഉണരേണ്ടതുണ്ട്, പൊതുസമൂഹം ഇതിനകത്ത് അഭിപ്രായം പറയേണ്ടതുണ്ട്. വെറുതെ ഒരു കേസെടുത്തുകൊണ്ട് മാത്രം തീരുന്നതല്ല. കേസെടുക്കലൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊരു വേറൊരു നിയമപരമായ കാര്യം. പക്ഷേ ഈ തൊപ്പിയെ പോലുള്ള ആളുകൾ ഇത് മനസ്സിലാക്കുക. തൊപ്പി പ്ലീസ്, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകൾക്കെങ്കിലും നല്ല സന്ദേശങ്ങൾ മാത്രം നൽകുക, അല്ലാതെ ഉള്ളതെല്ലാം നിങ്ങൾ പിൻവലിക്കുക. അത് നിങ്ങൾ ചെയ്യുന്നത് സമൂഹത്തോട് ചെയ്യുന്ന വലിയ നന്മയായിരിക്കും.